അമ്മിങ് വന്നേ. വരാൻ അമ്മിങ് വരാൻ. ഞാൻ അവളോട് ചോദിക്കാം. വരാനല്ലേ പറഞ്ഞേ. വാ അമ്മ ഇങ്ങോട്ട്. വാ വരാൻ ഇങ്ങോട്ട്. നിന്നോട് പറഞ്ഞ കേട്ടില്ലേ? ദിവസം പോലില്ലല്ലോ. എന്തിനാ ഭഗവാനെ ഞങ്ങളോട് ഈ പരീക്ഷണം? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? കരയാതിരിക്കും മോളെ. അല്ലാതെ ചെറിയമ്മ എന്ത് പറയാനാ? ചെറിയമ്മ നല്ല മനസ്സോടെ നമ്മൾ പലതും ചെയ്ത്, പക്ഷെ അനുഭവം ഇങ്ങനെയായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും മോളെ? ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഏറി വരുമ്പോൾ അധ്യാപകനായ എൻ്റെ അച്ഛൻ പറയുന്നൊരു ആശ്വാസ വാക്കുണ്ട്. ഒരു കാർമേഘവും നിലനിന്നിട്ടില്ല. ഒന്നുകിൽ പെയ്തൊഴിയും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാവും. നമ്മുടെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ തന്നെയാ. ഗത്യന്തരമില്ലാത്തൊരു മനുഷ്യന്റെ ഒരേ ഒരു പോംവഴി പ്രാർത്ഥനയെ മോളെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആകാശങ്ങളിലാണെങ്കിലും അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കൂ. അമ്മേ, അച്ഛാ, അമ്മേ. ആ, നീ വന്നോ? നീ എന്താ ഈ സന്ധ്യ നേരത്ത്? കുറച്ചു നേരത്തെ വന്നൂടായിരുന്നോ? ഇപ്പഴാ വരാൻ പറ്റിയത്. ഐശുവിനെ കൊണ്ടുവന്നില്ലേ? അവള് ഹോസ്റ്റലിലല്ലേ. അടുത്ത ആഴ്ച ഓണപരീക്ഷയാ. അയ്യോ, അവള് +2 ആയല്ലേ? അല്ല, എന്റെ ഫാദർ എവിടെ? മിസ്റ്റർ വേണു. അച്ഛൻ കേട്ട് വരണ്ട. കേട്ട് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. അല്ല, ഈ വാതില് മലർക്കെ തുറന്നിട്ട് അച്ഛനും അമ്മയും കൂടെ അകത്തിരുന്നാലേ വല്ല കള്ളനും കേറില്ലേ? ഇവിടെ കള്ളനൊന്നും കേറില്ല. അച്ഛാ, അച്ഛാ. നീ ഇങ്ങനെ വിളിച്ചു കൂവണ്ട. അച്ഛൻ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. അത് ശരി, ഇവിടെ ഇല്ല. ആശ്വാസമായി. അതെന്താ? വരുമ്പോഴേ ഉള്ള ചീത്തവിളിയുടെ ആ വെയിറ്റ് ഒന്ന് കുറയുമല്ലോ. ആ, അമ്മ ഇതെടുത്ത് അകത്ത് വെച്ച്. ഇതെന്താ? പപ്പടവടയും മസാല ബോണ്ടേ. ഇതാണോടി വയസ്സായ അച്ഛനും അമ്മയ്ക്ക് കൊണ്ടുവന്ന് തരുന്നേ? അവളുടെ ഒരു മസാല പോണ്ടേ പപ്പടവടയും. എട്ട് 10 വാരം പഴകിയ ഓയിലിൽ പൊരിച്ച ഈ സാധനങ്ങൾ കഴിച്ച് എന്റെയും ഇവളുടെയും വയറ് നൈട്രജൻ ബോംബ് പോലെ ആവണം. പിന്നെ ഉദരരോഗം പിടിച്ച് ഞങ്ങൾ ആശുപത്രിയിലാവണം. പെട്ടെന്ന് ചത്തുപോയാ പിന്നെ ഞങ്ങളെ അന്വേഷിക്കേണ്ടി വരില്ലല്ലോ. എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആ, എടേ, രാജു വിളിക്കോ മറ്റോ ചെയ്തോ? എല്ലാ ദിവസവും വിളിക്കും. ആ, അവനല്ലേ ഐഷുവിനെ പഠിപ്പിക്കുന്നേ. എടീ, ഇപ്പൊ എന്റെ പുന്നാര മരുമകൻ ആരുടെ പിയ്യ? എന്റെ പിയെ അച്ഛാ. അല്ല, ഇതെന്താ അച്ഛാ വലിയ പർച്ചേസ് കഴിഞ്ഞു വരുന്ന പോലെ? ആ, ഇത് രാധമ്മയ്ക്ക് കുറച്ച് സാരി വാങ്ങിയതാ. അവൾക്ക് മാത്രമല്ല, നിനക്കും നിന്റെ ഭർത്താവിനുണ്ട്. എന്താ അച്ഛാ വിശേഷം? വിശേഷമൊക്കെ പിന്നെ പറയാം. ഉടനെ നിങ്ങൾ എല്ലാവരും റെഡി ആയിക്കോ. നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ആ, അതിനാണല്ലേ അച്ഛൻ വിളിച്ചത്. അമ്മ, ശ്രീലക്ഷ്മി വരുവോ? അവൾ എങ്ങനെ വരാനാ മോളെ? തിരക്കല്ലേ. പ്രമോഷനോട് കൂടിയ ട്രാൻസ്ഫർ അല്ലായിരുന്നോ ആറ്റിങ്ങിലേക്ക്? ആ, എടീ രാധമ്മ, സാരിയൊക്കെ കൊള്ളാവെന്ന് നോക്ക്. ഞാൻ എന്റെ ഇഷ്ടത്തിന് മേടിച്ചല്ലേ. അത് പിന്നെ പണ്ട് വേണുവേട്ടൻ ഇഷ്ടത്തിന് വാങ്ങിയ സാരികളല്ലേ ഞാൻ എടുത്തോണ്ടിരുന്നത്. വാടി. അല്ല നന്ദു, ഈ വീട് വിറ്റ് കഴിയുമ്പോഴേ നമ്മൾ രണ്ടുപേരും എവിടെയാ താമസിക്കുന്നേ? നമുക്ക് താമസിക്കാനാണോ ദീപു വീടില്ലാത്തെ? നമ്മൾ കൊട്ടാരത്തിൽ തന്നെ താമസിക്കും.
അല്ല എന്തൊക്കെയുണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ? തമാശ പറയുമായിരുന്നോ? എന്തൊരു മര്യാദകേടാ ഈ സ്ത്രീ കാണിക്കുന്നേ. ഡോറിൽ മുട്ടി ഞങ്ങളുടെ പെർമിഷൻ ചോദിച്ചിട്ട് വേണ്ടേ അകത്തേക്ക് വരാൻ? യൂസ്ലെസ് ഫെലോ. ഗെറ്റ് ഔട്ട്. സോറി. ഒരു കാര്യം ചെയ്യാം, ഞാൻ തിരികെ പോയി ഡോറി മുട്ടി പെർമിഷൻ ചോദിച്ചിട്ട് കയറി വരാം. എവിടുന്ന് കിട്ടിയോടോ ഇങ്ങനൊരു അമ്മേ? എല്ലാം കൈവിട്ടു പോയില്ലേ, അതുകൊണ്ട് അമ്മയുടെ കിളി പോയി നടക്കുക. മേ ഐ കം ഇൻ പ്ലീസ്? യെസ്, കം ഇൻ. എനിക്കൊരു തെറ്റു പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. വന്ന കാര്യം പറയും. ഞാൻ മോളോടൊരു കാര്യം ചോദിക്കാൻ വന്നതാ. ആ കാര്യം എന്താന്നല്ലേ ഞാൻ നിങ്ങളോട് ചോദിച്ചേ. അതായത് നീണ്ട കഥ പോലെ വലിച്ചു നീട്ടി വഷളാക്കാതെ കാര്യം ഒറ്റവാക്കി പറയും. അല്ല, ഈ വീട് വിൽക്കുമ്പോ എനിക്കെന്ത് തരൂന്ന് അറിയണമല്ലോ, അത് ചോദിക്കാൻ വന്നതാ. വീട് വിൽക്കുമ്പോ എനിക്കെന്ത് തരൂന്ന്? നിങ്ങൾക്കല്ലേ ഈ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങിലെ 2 ഉണങ്ങിയ ഓലമടല് താഴെ വീണ് കിടപ്പുണ്ട്. അത് നിങ്ങളെടുത്തു. തണുപ്പ് കാലമല്ലേ, കത്തിച്ച് തീ കായാം. ഡീ, അധികം വിളയല്ലേ? ഞാനേ എന്റെ മരുമകളാണെന്ന് കരുതി നിന്റെ പേരിൽ പ്രമാണം ചെയ്തേ ഉള്ളൂ ഈ വീടും പ്രോപ്പർട്ടിയും. ഇതിന്റെ യഥാർത്ഥ അവകാശി ഞാൻ തന്നെയാ. ഇതിനുള്ള മറുപടി ആരാ പറയണ്ടേ? ഞാൻ തന്നെ പറഞ്ഞേക്കാം. അമ്മേ, ഇതെല്ലാം നന്ദുവിന്റെ പേരില് എന്നേ റെക്കോർഡിക്കലായതാ. പിന്നെ അവകാശം പറഞ്ഞു വരുന്നത് മര്യാദകളല്ലേ? എന്നുവെച്ചാ ഇതിലൊരു 10 പൈസയുടെ അവകാശവും നിങ്ങൾക്കില്ലാന്ന്. അതങ്ങേ പള്ളി പോയി പറഞ്ഞാ മതി. എന്റേതാ ഈ വീടും സ്വത്തും. എനിക്കിതിലുള്ള അവകാശം കിട്ടണം. ദീപു, ഇവർക്ക് എന്താ വട്ടുണ്ടോ? എടി, വട്ട് നിനക്കാടി. അമ്മേ, ദേ, ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ പോയേ കേസ് കൊടുക്കും. ഇവർക്ക് ഞാൻ അടി കൊടുത്ത് വിടണോ അതോ ദീപു പറഞ്ഞു വിടണോ? അയ്യോ, ഞാൻ പറഞ്ഞോടാം, ഒന്നും ചെയ്യണ്ട. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മയല്ലേ. അമ്മേ, അമ്മ വന്നേ. വരാൻ, അമ്മ വരാൻ. വിടടാ, ഞാൻ അവളോട് ചോദിക്കാം. വരാനല്ലേ പറഞ്ഞ? വാ അമ്മ ഇങ്ങോട്ട്. വിടടാ. എടാ, അമ്മ വിടാനാ പറയുന്നത് പറഞ്ഞെ. വാ. വരാൻ ഇങ്ങോട്ട്. എടാ, എന്റെ കയ്യിൽ നിന്ന് വാ വിട്. അമ്മ ഇങ്ങോട്ട്. എടാ, വിടാനാ പറഞ്ഞെ. എടാ, നിന്നോട് പറഞ്ഞേ കേട്ടില്ലേ? എന്റെ കയ്യിൽ നിന്ന് വിടാൻ. ഞാനൊന്ന് പറയട്ടെ. വിടാ. വിട്, വിട്. അച്ചിക്കോന്തനെ എച്ചി. എടാ, നിനക്ക് പോയി കെട്ടി തൂങ്ങി ചത്തൂടെടാ.